ഹലോ കൂട്ടുകാരെ, അങ്ങനെ പെരുമ്പടപ്പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി. ഓട്ടോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ കുറച്ചും ഇങ്ങോട്ട് നടന്നപ്പോഴേക്കും ഞങ്ങൾ ഓട്ടോ കിട്ടി. അപ്പോൾ അല്ലുതേ പഴയ ഫോണൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആളുടെ വിധമൊക്കെ മാറി. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ അലങ്കരിച്ചിരിക്കുക, റോഡൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രദക്ഷിണം നടക്കുന്ന വഴിയാണ് ഇതൊക്കെ. പിറ്റേ ദിവസമാണ് ഞായറാഴ്ചയാണ് പെരുന്നാൾ. അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾ ഒന്ന് പോയി കുർബാനയൊക്കെ കൂടാമെന്ന് വിചാരിച്ച് അങ്ങനെ 5:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് പെരുമ്പടപ്പ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബസ്സുകളും എല്ലാം ഒക്കെ നിർത്തിയിടും. എല്ലാ സ്ഥലത്തേക്കും ഒക്കെ ബസ് ഉണ്ടാവും ഇവിടത്തേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ ഓട്ടോയ്ക്ക് അവിടെ വന്നാണ് ഞങ്ങൾ ഇറങ്ങിയത്. എല്ലാ സ്ഥലവും നല്ലോണം അലങ്കരിച്ചു. കടകളൊക്കെ വന്നിട്ടുണ്ട്. പൊരിക്കട, പിന്നെ വള, അങ്ങനെയുള്ള സാധനങ്ങൾ, കളികളുടെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, കളിപ്പാട്ടങ്ങൾ, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി. കാരണം ബ്ലോക്ക് ആവും, ഭയങ്കര തിരക്കാവും കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും. അങ്ങനെ എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. പള്ളി നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചു. ഇപ്രാവശ്യം ജീജൻ കൊല്ലശ്ശേരിയാണ്, അതായത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടരികിൽ തന്നെയാണ് അവർ താമസിക്കുന്നത് കേട്ടോ. അവർ നല്ല ഒരു ആൾക്കാരാണ്, നല്ല ആൾക്കാരാണ്. ആ ചേച്ചി നിമ്മി എന്ന് പറയുന്ന ചേച്ചിയൊക്കെ ഞങ്ങൾ സ്ഥിരം പള്ളിയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുന്ന ചേച്ചിയാണത്. അപ്പോൾ ആ ചേച്ചിയുമായിട്ടൊക്കെ എല്ലാവരും നല്ലോണം വർത്തമാനം പറയുകയും, ചേട്ടനാണെങ്കിലും നല്ലോണം ഒക്കെ സംസാരിക്കുകയും എല്ലാം നല്ല സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ചേട്ടനാണ് ഇപ്രാവശ്യത്തെ പ്രസിഡൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പള്ളിയെല്ലാം നല്ലോണം അലങ്കരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒരു കുറച്ച് സ്ഥലം ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല. കാരണം അകത്തേക്ക് കയറിയ അല്ലു അവിടെ ഇരുത്തില്ല ഞങ്ങളെ. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അല്ലു ബഹളം ഉണ്ടാക്കും. ഇവിടെ ഇരുന്നിട്ട് തന്നെ അല്ലു കടയൊക്കെ കണ്ടിട്ട് തന്നെ സമ്മതിക്കുന്നില്ലായിരുന്നു. ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ ഞാനൊരു മീനിനെയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ അതപ്പം തന്നെ അതിൻ്റെ എല്ലാം 4 4 എന്നുള്ള ഇതിലായിരുന്നു അല്ലു. പിന്നെ ഞങ്ങളൊരു പോപ്കോണൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അതുമായിട്ടൊക്കെ കുറേ ആയി. അപ്പോൾ രാത്രിയായി. അങ്ങനെ പ്രദക്ഷിണവും വാഴ്ചയും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നെങ്കിലും 9 മണി വരെയൊക്കെ ഞങ്ങൾ ഇരുന്നു അവിടെ പള്ളിയിൽ കേട്ടോ. അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു എന്തായാലും ഇപ്രാവശ്യത്തെ പെരുന്നാൾ. അങ്ങനെ എല്ലാം രാത്രിയായി. എല്ലാം ലൈറ്റൊക്കെ നല്ലോണം തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തേക്കാളും കൂടുതലായിട്ട് നല്ലോണം അലങ്കരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നല്ലോണം തന്നെ പെരുന്നാൾ ഇപ്രാവശ്യം ഇഷ്ടമാതിരി ആൾക്കാരും എല്ലാവരും ഉണ്ടായി. രൂപം മുത്താനും ഉണ്ണീശോനെ മുത്താനും ഒക്കെ. ഉണ്ണീശോനെ അന്ന് ഇറക്കിയതായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് തുടങ്ങി നമുക്ക് ഉണ്ണീശോനെ മുത്താനായിട്ടും നേർച്ച കൊടുക്കാനും കാഴ്ച, അതായത് എല്ലാത്തിനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓക്കെ, ബൈ ബൈ, സി യു.